അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹയർ ടൈം ഫ്രെയിമിൽ 4 അവർ ചാർട്ടിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇൻ്റർചേഞ്ച് ഏരിയ കണ്ടുപിടിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇൻ്റർചേഞ്ച് ഏരിയ കണ്ടുപിടിച്ച് ആ ഇൻ്റർചേഞ്ച് ഏരിയയിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഇൻ്റർചേഞ്ച് ഏരിയയിലാണ് നമുക്ക് മാർക്കറ്റിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവിടുന്ന് ഉള്ള ഷോർട്ടിലുള്ള എൻട്രീസ് നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസും ടാർഗറ്റിൻ്റെയൊക്കെ സോണും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റ് വരച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ കറൻ്റിലുള്ള മാർക്കറ്റ് ഈ ലെവലിലേക്ക് മാർക്കറ്റ് എത്തണം ഫ്യൂച്ചറിൽ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റിൽ. അപ്പോൾ ഒരു 4 മണിക്കൂറിൻ്റെ ക്യാൻഡിൽ നോക്കിയാൽ ശരിയാവില്ല. അപ്പോൾ നമ്മൾ 1 മിനിറ്റിലേക്ക് കൺവേർട്ട് ആണ്. 1 മിനിറ്റും 4 അവറൊക്കെ സെയിം ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടൈം ഫ്രെയിമിൻ്റെ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ടൈം ഫ്രെയിം മാറുമ്പോൾ അനുസരിച്ചുള്ള മാറ്റങ്ങളേ ഉള്ളൂ. അപ്പോൾ എക്സാക്ട്ലി മാർക്കറ്റിൽ എങ്ങനെ ഫ്യൂച്ചറിൽ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റ് വരക്കാൻ നോക്കുക. പ്രീവിയസ്ലി ഉണ്ടായ 2 പോയിൻറ്റ്സ്, ഇതാണ് പ്രീവിയസ്ലി ഉണ്ടായ 2 പോയിൻറ്റ്സ്. ഓക്കെ, ഇത് ക്ലോൺ ചെയ്യുന്നു, പ്രീവിയസ്ലി ഉണ്ടായ ലോയിലേക്ക് വെക്കുന്നു. ഇവിടെ മേജറായിട്ടുള്ള സപ്പോർട്ട് എവിടെയുള്ള നോക്കുക, പ്രീവിയസ്ലി ഉള്ളത് മേജറായിട്ടുള്ള സപ്പോർട്ട് ലെവൽ ഇതാണ്. അപ്പോൾ ഈ ലെവൽ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബയേഴ്സ് എവിടെ ഉള്ളത് മാർക്കറ്റിൽ, ബയേഴ്സ് ഈ ലെവലുള്ളത് ബയേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ സെല്ലേഴ്സ് ഏത് ലെവലുള്ളത്, സെല്ലേഴ്സ് ഈ ട്രെൻഡ് ലൈൻ്റെ അടുത്തുണ്ട്, ഈ ട്രെൻഡ് ലൈനിലുണ്ട്. ഓക്കെ, സെല്ലേഴ്സിൻ്റെ സ്ട്രെങ്ത് ആയിട്ടുള്ള ലെവൽസും അതാണ്. അപ്പോൾ നമുക്ക് എക്സാക്ട്ലി ട്രെൻഡ് ലൈൻ ഏത് രീതിക്ക് വരക്കാം, നമുക്ക് ഈ ടോപ്പ് പോയിന്റ് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ വരക്കാൻ പറ്റും. ഓക്കെ, ഫ്യൂച്ചറിൽ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കുക, ഫോർമേഷൻ മൈൻഡിൽ വെക്കുക, എപ്പോഴും ചിന്തിക്കുക ഇത് ഹയർ ടൈം ഫ്രെയിമാണ് ചിന്തിക്കുക, ഇത് 4 അവറാണ് ചിന്തിക്കുക, 4 അവറിൻ്റെ ഓരോ ക്യാൻഡിൽ ക്ലോസ് ആവാൻ ചിന്തിക്കുക, ആ രീതിക്ക് തന്നെ നോക്കുക. അത് ലാസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നുള്ളത്. ഇത് 4 അവർ തന്നെ മനസ്സിലാക്കി വെക്കുക. 4 അവറിൻ്റെ ഓരോ ക്യാൻഡിൽ ക്ലോസിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ലെവലിൽ സെല്ലേഴ്സ് ഉണ്ട്. അപ്പം ബയേഴ്സിലേക്ക് കൺവേർട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ലെവൽസ് മാർക്കറ്റ് സ്റ്റെപ്പ് ഔട്ട് ചെയ്യണം. അപ്പോഴാണ് ബയേഴ്സ് ഉണ്ടെന്ന് നമുക്ക് മാർക്കറ്റിൽ മനസ്സിലായത്, ബയേഴ്സിന് സ്ട്രെങ്ത് ഉണ്ടെന്ന് മാർക്കറ്റിൽ മനസ്സിലാകുന്നത് ഈ ലെവൽ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുമ്പോഴാണ്. ഓക്കെ, സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ ക്യാൻഡിൽ ക്ലോസ് ആവണ്ടേ? ക്ലോസ് ആണ്, ക്യാൻഡിൽ ക്ലോസിങ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യണം. സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് ക്യാൻഡിൽ ക്ലോസും കൂടി കിട്ടണം. എന്നിട്ട് അതിനുശേഷം റീടെസ്റ്റും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ബയേഴ്സ് സ്ട്രെങ്ത് ഉണ്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ഈ ലെവലിന് റീടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ബയേഴ്സിന് സ്ട്രെങ്ത് ഉള്ളൂ. ഇത് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് കിട്ടിയാൽ മാത്രം പോരാ, റീടെസ്റ്റ് ചെയ്തിട്ട് അപ്സൈഡിലേക്ക് പോകുന്ന ഒരു മൊമെൻറ്റും കൂടി കാണിക്കണം. നമുക്ക് ലൈവ് ചാർട്ടിൽ തന്നെ നോക്കാം. ലൈവ് ചാർട്ടിൽ ക്യാൻഡിൽസ് ഫോം ആകുന്നുണ്ട്, അല്ലെങ്കിൽ ലൈവ് ചാർട്ടിൽ കാര്യങ്ങൾ ഫോം ആകുന്നുണ്ട് നോക്കാം. ഈ ലെവൽ സെല്ലേഴ്സിൻ്റെ ലെവലാണ് ഇത് മൊത്തം. അപ്പോൾ സെല്ലേഴ്സിൻ്റെ കൺട്രോളാണ് മാർക്കറ്റുള്ളത്, അല്ലെങ്കിൽ സെല്ലേഴ്സിൻ്റെ കയ്യിലാണ് മാർക്കറ്റുള്ളത്. ഏത് ലെവൽ വരാം, ബയേഴ്സിൻ്റെ കൺട്രോൾ എവിടെ മാർക്കറ്റുള്ളത്, ഈ ഒരു ഏരിയയിൽ സെല്ലേഴ്സ് കൺട്രോളിൽ കയറി. ഓക്കെ, സിനാരിയോ കാണിച്ചില്ല, സെല്ലേഴ്സ് കൺട്രോളിലേക്ക് എത്തി. ഇതൊക്കെ ഹൈലി പ്രോബബിലിറ്റി ഉള്ള ട്രേഡുകളാണ്. നമ്മൾ സെല്ലേഴ്സിന് ശരിക്കും സ്കാൽപ്പിംഗ് വെച്ച് ഇത്രയും ഉണ്ടാവും. സ്കാൽപ്പിംഗ് ചെറിയ ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് ഇങ്ങനെ സ്കാൽപ്പിംഗ് ശരിക്കും ഒരു 5 മിനിറ്റിനുള്ളിൽ ശരിക്കും സ്കാൽപ്പിംഗ് ഉണ്ടാവും. ഞാൻ പൊതുവേ കൊടുക്കാറുള്ള സ്കാൽപ്പിംഗ് അല്ല, ഒരു ഹയർ ടൈം ഫ്രെയിം, അതായത് ഹയർ ട്രേഡാണ്, ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് സാധാ ട്രേഡ്സ് തന്നെയാണത്. ഓക്കെ, സ്കാൽപ്പിംഗ് ശരിക്കും ഇത്രയും ഉണ്ടാവും, ഇതാണ് സ്കാൽപ്പിംഗ്. സ്റ്റോപ്പ് ലോസ് ഇത്രയാണ്. നമ്മൾ ഈ ലെവലിന് എടുക്കുകയാണെങ്കിൽ ഈ ക്യാൻഡലിൻ്റെ തൊട്ട് മുകളിൽ, അതായത് ഈ ലെവൽസിൻ്റെ തൊട്ട് മുകളിൽ ടാർഗറ്റ്സ് എത്ര എടുക്കുക, നമ്മളെ ലെവൽസിൻ്റെ തൊടുന്ന ലെവൽ. അല്ലെങ്കിൽ നമുക്ക് ഇതിനടുത്ത ലെവൽസ് ഞാൻ കാണിച്ചുതരാം. ഫ്യൂച്ചറിൽ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റ് അടുത്ത് കറക്റ്റ്ലി എങ്ങനെ യൂസ് ആക്കുന്നത്, മാർക്കറ്റിൽ ഫോർമേഷൻസ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിപൊളിയാണ്. ഇങ്ങനത്തെ മാർക്കറ്റ് കണ്ടീഷനും അടിപൊളിയാണ്. അപ്പോൾ ഇതിൽ ഫ്യൂച്ചറിൽ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റ് എത്രത്തോളം വാലിഡ് ആണെന്ന് ഞാൻ കാണിച്ചുതരാം. അല്ലെങ്കിൽ ഓരോ ക്യാൻഡിലിനെ ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കില്ല, അല്ലെങ്കിൽ ഓരോ ക്യാൻഡിലിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കില്ല. ഓക്കെ, ഇവിടെ ക്ലോസ് ആണ് ക്യാൻഡിൽ. ഇനി അടുത്ത മൂവ് ഇങ്ങോട്ട് നോക്കാം. അടുത്ത മൂവ് മാർക്കറ്റിൽ ബൈ സൈഡിലേക്കുള്ള ക്യാൻഡിൽ ക്ലോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വേറൊരു മൊമെൻറ്റും കൂടി എക്സ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു സെൽ തന്നെയാണ്. കാരണം എന്നാ, ബയേഴ്സിൻ്റെ ലെവൽ ഇവിടെയാണുള്ളത്. ബയേഴ്സിൻ്റെ ലെവൽ സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് ഡൗൺ ചെയ്താൽ മാത്രം പോരാന്ന് പറഞ്ഞിട്ടുണ്ട്, റീടെസ്റ്റും കൂടി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റീടെസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇത് റീടെസ്റ്റ് പോലെ തന്നെയാണ്. നമ്മുടെ നീഡായിട്ടുള്ള വോൾ എവിടത്തേക്കുണ്ട്, നീഡായിട്ടുള്ള വോളിൽ നമുക്ക് ഈ ഡൗൺ സൈഡിലേക്ക് കിട്ടണം, നീഡായിട്ടുള്ള വോളിയം കിട്ടും നോക്കാം. നീഡായിട്ടുള്ള വോളിയം കിട്ടിയില്ലെങ്കിൽ ഇത് നമുക്ക് അപ്പ് സൈഡിലേക്ക് കാണാൻ പറ്റും. ഞാൻ കാണിച്ചത് എല്ലാ സിനാരിയോസും ചാർട്ടിൽ തന്നെ ഉണ്ടാവും. ശരിക്കും ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ ഈ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 4 അവർ ചാർട്ടിൽ ഈ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെയും ഇതേ സെയിം പാറ്റേൺസും സെയിം സിനാരിയോസോ വരിക. പക്ഷെ നമുക്ക് ചാർട്ട് നോക്കാം, റണ്ണിങ് ചാർട്ടിന് നോക്കാം. അതാകുമ്പോൾ
റിയൽ മാർക്കറ്റിൽ എത്രത്തോളം വാലിഡിറ്റി ഉണ്ട് ഇതിന്, അല്ലെങ്കിൽ റിയൽ മാർക്കറ്റിൽ ശരിക്കും ഫ്യൂച്ചർ ട്രെൻഡ് കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം കൺഫർമേഷൻസ് കിട്ടും, അല്ലെങ്കിൽ എത്രത്തോളം ഓരോ ക്യാൻഡിൽ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. ഓക്കെ. ഓരോ ക്യാൻഡിൽസ് ഇവിടെ ട്രേഡ് എടുത്ത ആൾക്കാർ ചിന്തിച്ച് നോക്കിയേ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഈ കൺഫർമേഷൻ 2 കൺഫർമേഷൻ ഉണ്ട്, അതിൽ ട്രേഡ് എടുക്കുന്ന ആൾക്കാർ ചെറിയ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ഇനി അടുത്ത ലെവൽസ് ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റ് സെല്ലിങ് വന്ന ഏരിയാസ് ഇതായിട്ടുള്ള വോളിയം കിട്ടിയത് ഈ ലെവലിലാണ്. ഈ ലെവലിലേക്ക് ഒരു ഫില്ലപ്പ് കിട്ടും നമുക്ക് നോക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം. Yeah. റിയൽ മാർക്കറ്റ് കുറച്ചും കൂടി രസമാണ്. ഉം. ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് തീരുകയോ ചെയ്യില്ല. റിയൽ തീർച്ചയായിട്ടും. വേറൊരു മാർക്കറ്റിൽ കാര്യം ചോദിക്കാം. നമ്മളിപ്പം ഈ ഫ്യൂച്ചർ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റ് ചെയ്യുന്നുണ്ട്. 1 മിനിറ്റില് അല്ലെങ്കിൽ 5 മിനിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതില്ലേ? അതാകുമ്പം നമുക്ക് ഇച്ചിരൂടെ ഫാസ്റ്റായിട്ട് ചെയ്ത് പോകാൻ പറ്റും. അല്ല, സംഭവം ഞാൻ അതിൻ്റെ റീസൺ പറഞ്ഞുതരാം. ഞാനിത് ഹയർ ടൈം ഫ്രെയിമായിട്ട് കാണാൻ പറഞ്ഞ റീസൺ എന്ന് വെച്ചാൽ, ശരിക്കും ഞങ്ങൾക്ക് ഹയർ ടൈം ഫ്രെയിമിൽ ഇങ്ങനെ ഓരോ ക്യാൻഡിൽ ഫോം ആണെങ്കിൽ എത്ര ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും കാണിച്ചു തരുന്ന ടൈം. അപ്പോൾ അതുകൊണ്ട് ലോവർ ടൈം ഫ്രെയിമിൽ കൺവേർട്ട് ആക്കിയിട്ട് ഇത് ശരിക്കും കാണിച്ചിരുന്നത്. ഇത് ഹയർ ടൈം ഫ്രെയിമിൽ യൂസ് ചെയ്തിട്ട് എത്രത്തോളം പ്രോബബിലിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതെ, നമുക്കാണെങ്കിൽ ആ ടൈം ഫ്രെയിം എന്നുള്ള ഒരു ഐഡിയയുടെ ആ ഒരു പേടി അങ്ങോട്ട് മാറുന്നില്ല. നമുക്ക് ആ ഒരു സ്വഭാവം ഇല്ലാത്തതുകൊണ്ട്, മനസ്സിലായില്ലേ? നമ്മളെ വിചാരത്തിൽ എന്താ 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് ടൈം ഫ്രെയിം. അപ്പം എല്ലാം ഡിഫറെന്റ് ആണെന്നുള്ളൊരു തോന്നല. ബിക്കോസ് 15 മിനിറ്റ് നമ്മൾ 1 മിനിറ്റിലോട്ട് ആക്കുന്ന ഡിഫറെന്റ് സ്ട്രക്ചർ ആണ്, മനസ്സിലായില്ലേ? അതാണ് അത് ഒരു പ്രശ്നം. ശരിക്കും എല്ലാം സെയിം ആണ്. ശരിക്കും നോക്കിയാൽ എല്ലാം സെയിം ആണ്, ഒരു ഡിഫറൻസും ഇല്ല. ശരിക്കും പറഞ്ഞ ഈ 1 മിനിറ്റിന്റെ ഒരു വലിയ സ്ട്രെച്ച്ഡ് ഔട്ട് വേർഷൻ ആണ് ഈ പറയുന്ന മുമ്പോട്ട് പോകുന്ന 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ്, മണിക്കൂറുകൾ എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്. അതെ അതെ, എല്ലാം സെയിം ആണ്. ഇതിപ്പം ചിന്തിച്ച് നോക്കിയാൽ നമ്മളിപ്പോൾ 1 മിനിറ്റ് നോക്കുന്നു, 5 മിനിറ്റ് നോക്കുന്നു, 1 മണിക്കൂർ നോക്കുന്നു, ഇതൊക്കെ സെയിം തന്നെയാണ്. അങ്ങനെ ഏത് രീതിക്ക് ഇപ്പോൾ 1 മിനിറ്റ് നോക്കുന്ന ആൾക്കാർക്ക് 1 മിനിറ്റ് ഒക്കെ സെയിം ആയിരിക്കും. 1 ഡേ നോക്കുന്ന ആൾക്കാരുണ്ട്. 1 ഡേ നോക്കുന്ന ആൾക്കാർക്ക് 1 മന്ത് നോക്കുമ്പോൾ 1 മന്ത് അതിനെക്കാട്ടി ഏറ്റവും ടോപ്പിലുള്ളത്. 1 മന്ത് നോക്കുന്ന ആൾക്കാർ 2 മന്തും 3 മന്ത് 6 മന്ത് അനലൈസ് നോക്കുന്ന ആൾക്കാരോ, ഇപ്പം എല്ലാം സെയിമാണ്. നമുക്ക് ഒന്നിൻ്റെ ടോപ്പും ബോട്ടം പിടിക്കാമെങ്കിൽ പറഞ്ഞാൽ ടൈം ഫ്രെയിമിൽ ടോപ്പും ബോട്ടം കിട്ടില്ല. നമുക്ക് മാർക്കറ്റ് റൺ ആയിക്കൊണ്ടേ നിൽക്കും. ഇവിടുന്ന് ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റിൽ. ഇതാ ഫ്യൂച്ചറിൽ ട്രെൻഡ് കോൺസെപ്റ്റ് അടുത്ത ലെവൽസ് മേക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ലെവലിന് ഒരു ബോഡി ക്ലോസിൽ ലെവൽസ് എടുക്കുന്നു, ഇനി ടോപ്പ് ലെവലിൽ വെക്കുന്നു. ഈ ലെവലിലാണ് മാർക്കറ്റ് റിജക്ഷൻ വരേണ്ടത്. നമുക്ക് നോക്കാം പ്രീവിയസ് ലെവൽസ്. ഇത് സിംഗിൾ ടൈം യൂസ് ആണ് പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് ലെവൽസൊക്കെ വാലിഡ് അല്ലാണ്ടായി. ഇവിടെയാണ് റിജക്ഷൻ വരുന്നത്. റിജക്ഷൻ്റെ അടുത്ത് മാർക്കറ്റിൽ കറക്റ്റ്ലി ഒരു റിജക്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ മാർക്കറ്റ് വാലിഡായിട്ട് ആക്ട് ചെയ്യില്ല. അല്ലെങ്കിൽ ഇതാണ് ശരിയായ ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്. ബ്രേക്ക് ഔട്ട് നമുക്ക് മിസ്സായി പോകും, അല്ലെങ്കിൽ ഈ ലെവലിന് കൺഫർമേഷൻ നമ്മുടെ ട്രേഡ് അല്ല. കുറേ സിനാരിയോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത റിജക്ഷൻ എവിടുന്ന് വരുന്നത്. നമുക്ക് ഈ ലെവലിൽ വരുന്ന റിജക്ഷൻ കിട്ടുന്നത് നമുക്ക് ഈ ക്യാൻഡിലെ ഹൈ, അല്ലെങ്കിൽ ഈ പ്രീവിയസ്ലി ഹൈ വെച്ചിട്ടുണ്ടെങ്കിലും അവിടെയും കിട്ടില്ല. എല്ലായിടത്തും ബ്രേക്ക് ഔട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ലെവൽസ് ഇല്ല. ഓക്കെ, ലെവൽസ് ഉണ്ട്, എപ്പോഴും മാർക്കറ്റ് ലെവൽസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും ബെസ്റ്റ് സിനാരിയോസ് ലാസ്റ്റേ വരും. ഇതൊക്കെ കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചിട്ടത്. അടുത്ത ലെവൽസ് ഇവിടെ നോക്കാം. നമുക്ക് ഇവിടെ റെഡ് ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ലെവൽസ് ഇവിടെ വരക്കാൻ പറ്റും. റെഡ് ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ടെങ്കിൽ ഈ ലെവലിൽ നിന്ന് ഈ ലോ ടു ഇത് ക്ലോൺ ചെയ്യും, ഈ ഡൗൺ സൈഡിലേക്ക് വെക്കും. ഫ്യൂച്ചറിൽ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റ് ഇതിൻ്റെ ബെനിഫിറ്റ് ചെയ്ത് അതേസമയം നമുക്ക് ഇവിടെ എവിടെ നിന്നാണ് റിവേഴ്സലാകുന്നത് ആ ഫുൾ വോളിയം, നമുക്ക് ഈ സെല്ലിങ്ങിൻ്റെ ഫുൾ വോളിയം കിട്ടണം. ഈ ഫുൾ വോളിയം കിട്ടാനുണ്ട്. അത്ര ഈ ഫുൾ വോളിയം കിട്ടിയില്ല. എത്ര വോളിയം കിട്ടുന്നത് നമുക്ക് നോക്കാം. സെല്ലിങ് ക്ലോസ് ആവുന്ന ലെവൽസ് നോക്കാം. റെഡിൽ തന്നെയാണോ ക്ലോസ് ആവുന്ന നോക്കാം. ഓക്കെ, ക്ലോസ് ആയിട്ടുണ്ട്. റെഡ് ക്യാൻഡിലെല്ലാം ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്യാൻഡിൽസ് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ലെവൽസ് റെഡ് ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ അടുത്ത പുതിയ ലെവൽസ്, റെഡ് ക്ലോസ് ആകുന്നുണ്ടെങ്കിൽ അടുത്ത പുതിയ ലെവൽസ് 1 മിനിറ്റിലായിക്കോട്ടെ ഹയർ ടൈം ഫ്രെയിമിലായിക്കോട്ടെ പുതിയ ലെവൽസ് മാർക്കറ്റിൽ മൈക്കായി. ഓക്കെ, ഇത് പുതിയ ലെവൽസാണ്. അപ്പോൾ നമുക്കൊക്കെ ഇതാണ് വാലിഡ് ആയിട്ടുള്ള ട്രെൻഡ് ലൈന് അപ്പ് സൈഡിലേക്കുള്ളത്. അതായത് ബയേഴ്സിൻ്റെ കയ്യിലേക്ക് മാർക്കറ്റ് എത്തുന്ന ട്രെൻഡ് ലൈന്. സെല്ലേഴ്സ് ലെവൽസ് നമുക്ക് ഡൗൺ സൈഡിൽ ഈ ലെവലിലേക്കുണ്ട്. കറക്റ്റ് എക്സാക്ട്ലി നമ്മൾ ഇത് അവിടെ കാൻഡിൽ കൺഫർമേഷൻ നോക്കില്ല, വെറും ഫ്യൂച്ചറിൽ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റ് മാത്രം യൂസ് ആക്കുന്നത്. കാൻഡിൽ കൺഫർമേഷൻ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ നോക്കുന്നതാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ എൻട്രി ഉണ്ട്. പക്ഷെ നമ്മളിത് ഫ്യൂച്ചറിൽ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒരു ട്രേഡിലേക്കും നമ്മൾ എന്താണെന്നില്ല, അല്ലെങ്കിൽ ഒരു ട്രേഡും നമ്മൾ പോസിബിലിറ്റി നോക്കുന്നുമില്ല. ഓക്കെ, ഫ്യൂച്ചറിൽ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റ് കറക്റ്റ് എക്സാക്ട്ലി നമുക്ക് ഇവിടുന്ന് റിവേഴ്സൽ കിട്ടി.
ഏത് ലെവലിലേക്കുള്ള വോളിയമാണ് ഇപ്പോൾ ഇവിടുന്നാണ് ഗെയിം സ്റ്റാർട്ടാകുന്നത്. ഇവിടുന്ന് ഗ്രീൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ലെവലിലേക്ക് വോളിയം ഫില്ലപ്പ് ആണ്ട് അതെവിടെ കിട്ടുമോ? ഈ വോളിയം ഫില്ലപ്പ് നമുക്ക് മാറ്റി വെക്കാം, ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഈ വോളിയം ബൈ സൈഡിലേക്ക് അപ്പ് സൈഡിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വോളിയം കൂടി അതിൻ്റെ ടോപ്പിൽ കാണാൻ പറ്റും. നമുക്ക് നോക്കാം. ഇത് വോളിയം ഫില്ലപ്പ് ആവേണ്ട ഏരിയ ആണ്. അപ്പ് സൈഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് അപ്പ് സൈഡിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ ഇത് ഈ കാൻഡലിൻ്റെ ഈ ലെവലിൽ നിന്ന് അപ്പ് സൈഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ലെവലിലേക്ക് മാർക്കറ്റ് വോളിയം ഫില്ലപ്പ് ചെയ്യണം. ഇനി അടുത്ത ഫ്യൂച്ചറിൽ ലൈൻ കോൺസെപ്റ്റ് ഇവിടെ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കിയാൽ ഈ ഡൗൺ ടു ഈ ഏരിയ ഇത് ക്ലോൺ ചെയ്യുമ്പോൾ ഈ ലെവലിലേക്ക് മാർക്കറ്റ് എത്തണം. ശരിക്കും പറഞ്ഞാൽ ഇനി ഈ ഒരു ഡൗൺ സൈഡ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ സെല്ലേഴ്സ് സ്ട്രെങ്ത് ഉണ്ടെന്ന് പറയും. സെല്ലേഴ്സ് സ്ട്രെങ്ത് ഉണ്ടെന്ന് ഈ ലെവൽ ബ്രേക്ക് ഈ ലെവൽ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഫ്യൂച്ചറിൽ ടെൻലിംഗ് കോൺസെപ്റ്റ് അഡ്വാൻസ്ലി ഉപയോഗിക്കുന്ന രീതിയാണ്. നമുക്ക് നോക്കാം. സെല് ചെയ്ത് അപ്പോൾ സെല്ലേഴ്സിൻ്റെ കൺട്രോളുള്ള മാർക്കറ്റിൽ സെല്ലേഴ്സ് സ്ട്രെങ്ത് ഉണ്ട്. നമുക്ക് നോക്കാം. ഇനി ഈ ലെവൽ വാലിഡ് അല്ല. നീഡറായിട്ടുള്ള വോളിയം അപ്പ് സൈഡിലെ വോളിയം കിട്ടിയില്ല. അപ്പ് സൈഡിലെ വോളിയം എത്ര ലെവലിലായിരുന്നു? മാർക്കറ്റിൽ സെല്ല് ഡൗൺ സൈഡിലേക്ക് കൺഫർമേഷൻ കിട്ടി, ക്ലോസിംഗ് കിട്ടണം. ക്ലോസിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ക്ലോസിംഗ് കിട്ടിയില്ലെങ്കിൽ ഈ ലെവലിലേക്കുള്ള വോളിയം ഡൗൺ സൈഡിലേക്ക് നമുക്ക് കാണാൻ പറ്റും. അതായത് എക്സാക്ട്ലി ഈ ലെവലിലേക്ക് കാണാൻ പറ്റും. നോക്കാം, നമുക്കത് ക്ലോസിംഗ് ഇട്ട് നോക്കാം. ക്ലോസിംഗ് കിട്ടിയില്ല. ഇവിടെയൊക്കെ ഈ ക്യാൻഡലിൻ്റെ കൺഫർമേഷൻ ചെയ്ത് ഈ ക്യാൻഡിൽ ഈ ട്രെൻഡ് ലൈനിൻ്റെ താഴേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യണം, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസിംഗ് വരണം. അതേപോലെ തന്നെ ഇൻ കേസ് ഇത് ഈ ലെവൽ താഴേക്ക് ക്ലോസ് ചെയ്യുന്നെങ്കിൽ നീഡായിട്ടുള്ള വോളി ഈ ലെവലിലേക്ക് ഇട്ടാണ്ട് അപ്പ് സൈഡിലേക്ക്. റിയൽ മാർക്കറ്റ് ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ടെൻലൈൻ കോൺസെപ്റ്റും അതിൻ്റെ ഒപ്പം യൂസ് ആക്കുന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടും ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പൊ അവിടെ ക്യാൻഡിൽ ക്ലോസ് ആയി, പക്ഷെ വിക്ക് മാത്രമല്ല നമ്മളെ സപ്പോർട്ട് ലൈനിനെ ഇതാക്കിയിട്ടുള്ളൂ. വിക്ക് നോക്കണ്ട, ബോഡി ക്ലോസിംഗ് കിട്ടണ്ട നമുക്ക്. ബോഡി ക്ലോസിംഗ് കിട്ടി. ബോഡി ക്ലോസിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. ബോഡി ക്ലോസിംഗ് മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. വിക്ക് നോക്കിയേ വേണം. ഇപ്പോൾ നമ്മൾ വരച്ച ഫ്യൂച്ചറിൽ ടെൻലൈൻ കോൺസെപ്റ്റ് ഒക്കെ ബോഡി ക്ലോസിംഗ് ആണ് നോക്കുന്നത്, അല്ലെങ്കിൽ ബോഡി ക്ലോസിംഗിലാണ് വരച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ ഓക്കെ. അടുത്ത ക്യാൻഡിൽ ഫോർമേഷൻ നോക്കാം. ഇപ്പോൾ അടുത്ത ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്ത മാർക്കറ്റ് ഇപ്പോൾ ഈ ട്രെൻഡ് ലൈൻ വാലിഡ് അല്ലാണ്ടായി. ഈ ട്രെൻഡ് ലൈൻ കുറച്ച് താഴേക്ക് വരക്കുന്ന ഈ ട്രെൻഡ് ലൈൻ ശരിക്ക് അടുത്ത ലെവൽസ് മാർക്കറ്റ് ഫോം ചെയ്ത്. ഇതാണ് ശരിക്കും ഫ്യൂച്ചറിൽ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റിലൊക്കെ എങ്ങനെ എക്സാക്ട്ലി വരക്കേണ്ട രീതിയാണ് പഠിപ്പിച്ചിരുന്നത്. ഓരോ പുതിയ ലെവൽസ് മാർക്കറ്റിൽ നീഡഡ് വോളിയം ഫില്ല് ചെയ്തുകൊണ്ട് വെക്കണം. നീഡഡ് വോളിയം ഫില്ല് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ മാർക്കറ്റിലെ കണ്ടീഷൻ മാറും. പക്ഷേ മേജർ ആയിട്ടുള്ള ബൈ ലെവൽ ഏതാണ്? മേജർ ലെവൽ ലെവലിൻ്റെ മുകളിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കല. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ അതാണ് മേജർ. അപ്പോൾ മേജർ ലെവലിൽ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മൾ ഈ ലാസ്റ്റ്ലി വരച്ച ട്രെൻഡ് ലൈനും കൂടി ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ ഡബിൾ കൺഫർമേഷനായി. നോക്കാം ഈ ലെവൽ ബ്രേക്ക് ആവോ, അല്ലെങ്കിൽ ബ്രേക്ക് ആയിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്ത് നോക്കാം. ബ്രേക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി ക്ലോസ് ചെയ്ത് നോക്കാം. 30 സെക്കൻഡ് കൂടി ഉണ്ട്. ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇവിടുന്നൊക്കെ ശരിക്കും ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക, ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇത് ഹയർ ടൈം ഫ്രെയിമാണ് ഓർക്കണം കേട്ടോ. ഇത് ഹയർ ടൈം ഫ്രെയിമിൽ സ്റ്റാർട്ട് നമ്മൾ നോക്കുന്നത് എപ്പോഴും ഓർക്കുക. ഇത് ലോവർ ടൈം ഫ്രെയിം ഇങ്ങനെ കാണിക്കും. അത് ഓരോ ക്യാൻഡിൽസും ഓരോ 4 hour ചിന്തിച്ചാൽ മതി. ക്ലോസിംഗ് നിൽക്കില്ല, കാരണം അത്രക്കും വാലിഡ് ആണ് ഈ ലെവല്. ഇതാണ് ക്ലോസിങ്ങിൻ്റെ പവർ, അല്ലെങ്കിൽ ക്ലോസിങ്ങിൻ്റെ ബെനിഫിറ്റ്. അടുത്ത ലെവൽ ക്ലോൺ ചെയ്യുന്ന എക്സാക്ട് സെയിം ആണ്. എന്നാലും അടുത്ത ക്ലോസിംഗ് കിട്ടും നമുക്ക്, അല്ലെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യുമോ അല്ലെങ്കിൽ ബ്രേക്ക് ആവോ നമുക്ക് നോക്കാം. നമ്മള് ട്രെൻഡ് ലൈൻ പുതിയത് വരയ്ക്കത്തില്ലേ? അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം എന്താണ്? സംഭവം നമ്മള് വിക്കിലാണോ വെക്കേണ്ടത്, അതോ ഏത് ക്യാൻഡിലാണ് വെക്കേണ്ടത് എന്നുള്ളൊരു ഇത്. അതായത് ഞാൻ പറയുന്നത് മനസ്സിലായി? ട്രൈ ചെയ്യുന്നത് കണക്ട് ചെയ്യാൻ മനസ്സിലായി. ഏത് ലെവലിലാണ് വരക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാ പുതിയ വരക്കുന്നത് അല്ലേ? യെസ്. അത് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ് കേട്ടോ. ബിക്കോസ് കൺഫ്യൂസിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാ, അല്ലാതെ പറയുന്ന മനസ്സിലാവാഞ്ഞിട്ടല്ല. മനസ്സിലായില്ലേ? നമുക്ക് പുതിയത് കാണുന്നതുകൊണ്ടാ. യെസ്. അതിന്റെ ഒരു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെ ആയിരിക്കും എന്ന്. അത് പോയിന്റ്സ് ഇപ്പോൾ ഈ ഒരു പോയിന്റ് ട്രെൻഡ് സ്റ്റാർട്ടായി. ഇതാ നമുക്ക് ഇവിടെ ഈ എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞ. ഇവിടെ ബ്രേക്ക് ആയി, ഇനി ക്ലോസിംഗ് കിട്ടോ നോക്കാം. ഈ എക്സാമ്പിൾ കഴിഞ്ഞ പാടെ ബ്രേക്ക് ആയി. അപ്പോൾ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ ട്രേഡ് എക്സിക്യൂട്ട് ആയി.
ഓക്കെ, ട്രേഡ് ഇവിടുന്ന് എൻ്റർ ആവും. കാരണം ഈ ട്രെൻഡ് ലൈൻ ബ്രേക്കായി, ഉം. ഈ ഡേറ്റിൽ വോളിയം കിട്ടില്ല. അപ്പോൾ പുതിയ ഒരു ക്യാൻഡൽ ഫോർമേഷൻ മേക്ക് ചെയ്ത് മാർക്കറ്റിലൊരു ഡൗൺ സൈഡിലേക്ക് ഈ ഒരു ലെവലിലേക്ക് ക്യാൻഡൽ ഫോർമേഷൻ മേക്ക് ചെയ്ത്. ഓക്കെ, നമുക്ക് നോക്കാം. ഹയർ ടൈം ഫ്രെയിം ഉദ്ദേശിച്ചാൽ മതി. ഉം. ഈ ലെവലിലേക്ക് സെല്ലിങ് ഫില്ലാക്കിയിട്ട്, പക്ഷെ എന്നാലും നോക്കാം. പുതിയ പുതിയ ലെവൽസ്, സിനാരിയോസ്, ക്രൈറ്റീരിയാസ് ലെവലിലേക്ക് വരും. ഇപ്പോൾ അതിനു മുമ്പ് ഞാൻ പറഞ്ഞാൽ നോക്കുക. ഏത് അത് ഡൗൺ സൈഡിലേക്ക് തന്നെ വരുന്നുണ്ട്. ഈ ലെവലാണ് അടുത്ത മേജർ ലെവൽ, ഈ ക്യാൻഡിൽ ഹൈ. ഓക്കെ ഓക്കെ കാരണം ആ 2 പോയിന്റ്സും കൂടി നമ്മൾ കണക്ട് ചെയ്ത് അടുത്ത ലെവൽസ് മേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ മാർക്കറ്റിൽ അതെങ്ങനെ പുതിയ പുതിയ പോയിന്റ്സ് കണക്ട് ചെയ്യാൻ വെച്ചാൽ, മാർക്കറ്റിൽ ഇപ്പോൾ അപ്പ് സൈഡിലേക്ക് പോയി ഒരു ഡൗൺ സൈഡ് മാർക്കറ്റ് മേക്ക് ചെയ്യുമ്പോൾ ചെറിയ ഡൗൺ സൈഡ് ആയിക്കോട്ടെ, ചെറിയ റെഡ് ക്യാൻഡിൽ ആയിക്കോട്ടെ, പിന്നെ ചെറുങ്ങനെ അപ്പ് സൈഡിലേക്ക് പോകണമെങ്കിൽ ഇത് 2 ലെവൽസായി. ഓക്കെ അത് അപ്പ് സൈഡ് ആയിക്കോട്ടെ, ഇനി ഈ ഡൗണിലേക്ക് പോകുമ്പോൾ ഇത് 2 ലെവൽസായി. ഇനി അപ്പ് സൈഡിലേക്ക് പോകുമ്പോൾ ഇത് 2 ലെവൽസായി. ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ ഇത് 2 ലെവൽസായി. ഇങ്ങനെ പുതിയ 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 ലെവൽസ് മാർക്കറ്റ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഡെയിലി കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ മനസ്സിലാവും, അല്ലെങ്കിൽ കൂടുതൽ ഞാനിത് മനസ്സിലാക്കി തരാൻ നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് കൺഫ്യൂസിങ് ആയിരിക്കും ഫസ്റ്റ്ലി, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ റെഡി ആവും. ഇതാ നമുക്ക് എവിടുന്ന ഞാൻ നേരത്തെ എന്ന് പറഞ്ഞത്, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആവണം. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയാൽ മാത്രം പോരാ, ഒരു റീടെസ്റ്റും കൂടി തരുന്ന പറഞ്ഞു. റീടെസ്റ്റ് കറക്റ്റ് എക്സാക്ട്ലി റീടെസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ മാർക്കറ്റ് സെല്ലിങ്ങിലേക്ക് വന്നിട്ട്, അപ്പോൾ സ്ട്രെങ്ത് സെല്ലേഴ്സിനെ കൂടുതൽ മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന വെറുതെ ഒരു ഡെമോ. സെല്ലേഴ്സിൻ്റെ സ്ട്രെങ്ത് മാർക്കറ്റിലുണ്ട്. നമുക്ക് ശരിക്കും എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റുക? ഇവിടെ ഈ റേഞ്ചിൻ്റെ മുകളിലൊക്കെ സ്റ്റോപ്പ് ലോസ് വെക്കുക. അതായത് ബയേഴ്സിൻ്റെ ലെവൽസിൻ്റെ മുകളിൽ നമുക്ക് നോക്കാം. ഇത് ഹയർ ടൈം ഫ്രെയിമാണ് കണക്ക് കൂട്ടണം. അപ്പോൾ 1:1 ഒക്കെ ശരിക്കും പറഞ്ഞാൽ സിമ്പിളി മാർക്കറ്റ് എത്ര തരും? എത്ര പോയിൻ്റായി? 28 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് ഉള്ളത്. ടാർഗറ്റ് നോക്കിയാൽ ഇതൊക്കെ റണ്ണിങ് മാർക്കറ്റാണ്. അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമാണ് ചിന്തിക്കുക. ഹയർ ടൈം ഫ്രെയിം ഇതേ രീതിക്ക് തരുമോ മാർക്കറ്റിൽ കണ്ടീഷൻസ്? 1:1 ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യുന്നില്ല, വെയിറ്റ് ചെയ്യൂ. ഇതാ മാർക്കറ്റിൽ ഇതാണ് കൺഫർമേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് ട്രേഡ് റണ്ണാക്കേണ്ട രീതി പറഞ്ഞിരുന്നത്. ഇതൊക്കെ ഹയർ ടൈം ഫ്രെയിം വിചാരിക്കുക. ഇതാ ഫുൾ ടാർഗറ്റ് ഇടുന്നുണ്ട്. ഇതിനെക്കാട്ടും വലിയ ലൈവ് എക്സാമ്പിൾ വേറെ എവിടെയും കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇതിനാണ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. കൺഫർമേഷൻ ഇനിയുള്ള ലെവൽസ്, ഇനി മാർക്കറ്റിൽ ഇങ്ങനെ ലെവൽസ് ഉണ്ടാക്കുന്നത് ഹയർ ടൈം ഫ്രെയിമാണ് ഓർക്കണം. ഹയർ ടൈം ഫ്രെയിം ഇത്ര പോയിന്റ്സ് വെച്ചാൽ വലിയ പോയിന്റ്സ് ആയിരിക്കും അത്. ഓക്കെ, സ്വിംഗ് എൻട്രിയിലേക്ക് വരെ നമുക്ക് എൻ്റർ ആകാൻ പറ്റുന്ന പോയിന്റ്സ് ആയിരിക്കും അത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇനിയും റൺ ആവും, അല്ലെങ്കിൽ ഇനിയും ട്രാവലോ എത്ര വരെ പോകും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഫുൾ ടാർഗറ്റ് ഇതാ ഈ 2 പോയിന്റ്സ് കണക്റ്റ് ആക്കുക, ഇത് ക്ലോൺ ചെയ്യുക, ഫ്യൂച്ചർ ട്രെൻഡിങ് കോൺസെപ്റ്റ് പ്രീവിയസ് ലോയിലേക്ക് വെക്കുക. എക്സാക്ട്ലി നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഫുൾ ടാർഗറ്റിന് ഹിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെക്കാട്ടും ഡൗൺ സൈഡിലേക്ക് പോകണമെങ്കിൽ അടുത്ത ലെവൽ വേണമെങ്കിൽ നമുക്ക് ഇതൊന്നും കൂടി ക്ലോൺ ചെയ്യുക. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ബോട്ടത്തിൽ വെക്കുക. ഈ ലെവലിലേക്കുള്ള ടാർഗറ്റ് മാർക്കറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫുൾ ടാർഗറ്റ് ഇവിടുന്ന് ഹിറ്റായി, അതായത് ചെറിയ സ്റ്റോപ്പ് ലോസ് തന്നെ ഫുൾ ടാർഗറ്റ് ഹിറ്റായി. അപ്പോൾ ഇതൊക്കെ ഒരു കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ തോന്നുമെങ്കിൽ ഒരു റിസ്ക് ആയിട്ട് തോന്നും. പക്ഷേ ഇതൊക്കെ സിമ്പിളാണ്. കുറച്ചും കൂടി കഴിയുമ്പോൾ ഞാൻ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്തുതരാം ഏത് രീതിക്കാണ്. അപ്പോൾ ഇനി ഒരു ഗ്രീൻ കാൽ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു അടുത്ത കറക്ഷൻ വരട്ടെ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി അടുത്ത ഫ്യൂച്ചറിൽ ട്രെൻഡിങ് കോൺസെപ്റ്റ് എങ്ങനെ വരക്കട്ടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ടാർഗറ്റ് സിറ്റായി, നീഡറായിട്ടുള്ള വോളിയം കിട്ടി, ശരിക്കും ഈ ഒരു ബയേഴ്സ് സെല്ലേഴ്സിലേക്ക് കൺവേർട്ടായി. അത് നോക്കണ്ട. ഇപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ ട്രെൻഡിങ് കോൺസെപ്റ്റ് മാത്രം ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു ഗ്രീൻ വരുമ്പോൾ നമുക്ക് ഇനി അടുത്ത് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത പാറ്റേൺസ് എന്ത് ചെയ്യുക? ഗ്രീൻ വന്നിട്ടുണ്ടെങ്കിൽ കാരണം നമുക്ക് കറക്റ്റ് ഇവിടുന്ന് ഒരു എക്സിക്യൂഷൻ കിട്ടിയിട്ടുണ്ട്, അത് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. നോക്കാം ഇനി അടുത്ത ഗ്രീൻ. ശരിക്കും മാർക്കറ്റിൽ നമ്മൾ ഇത് അടുത്ത ഗ്രീൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റിൽ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ മാർക്കറ്റിൽ വരും, ഇങ്ങനെ വന്ന് പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ്ട് പാറ്റേൺസിനെ പറ്റിയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു ഫോർമേഷനെ വരിക, അവിടെ നമുക്ക് ഇവിടുന്ന് ട്രേഡ് കിട്ടാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ട്രേഡ് കിട്ടാത്ത ആൾക്കാർക്ക് ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൽ ഒരു റീടെസ്റ്റിലോ അല്ലെങ്കിൽ റിവേഴ്സൽ ട്രേഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കിട്ടാത്ത ആൾക്കാർക്ക് മാർക്കറ്റിൽ പിന്നെയും ഇവിടെ ഒരു അതായത് സോൺ ഏരിയ, അതായത് ഇൻ്റർചേഞ്ച് ഏരിയയിൽ ഒരു സോൺ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ട്രേഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും മാർക്കറ്റിലെ ചാനൽസും പാറ്റേൺസും ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ ഞാൻ തരാം. ഹയർ ടൈം ഫ്രെയിമാണ് വിചാരിക്കുക. ഓക്കെ, എത്ര ടാർഗറ്റ് ചെയ്യുന്നുണ്ട് മാക്സിമം? കാരണം ഇവിടെ ലോ ലെവൽ ഉണ്ടായിരുന്നു, ഇവിടെ ലോ ഉണ്ടായിരുന്നു. ഇത് സെല്ലേഴ്സ് ബ്രേക്ക് ചെയ്ത്, അപ്പോൾ സെല്ലേഴ്സിൻ്റെ കഴിയുമ്പോൾ കൺട്രോൾഡായി. ഈ കൺട്രോൾ സെല്ലേഴ്സിൻ്റെ കയ്യിൽ തന്നെയുള്ള മാക്സിമം നമുക്ക് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഫുള്ളി മാക്സിമം ട്രെയിൽ ചെയ്യുന്ന ട്രേഡ്സാണ്. ഇതൊക്കെ ഫുള്ള് ട്രെയിൽ ചെയ്യും. കാരണം ഇങ്ങനെ ഓരോ ലെവൽസ് നമുക്ക് കറക്റ്റ് എക്സാക്ട്ലി അറിയാം. മാർക്കറ്റിൽ അടുത്ത ലെവൽ ബയേഴ്സ് കയറുന്ന ലെവലടക്കം നമുക്കറിയാം. എങ്ങനെ ഞാൻ പറഞ്ഞുതരാം.
ഇവിടുന്നൊക്കെ സെല്ലേഴ്സ് എൻട്രായി ബയേഴ്സിൻ്റെ ലെവൽ എവിടെ മേജർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബയേഴ്സ് എവിടെ മേജർലി ഉള്ളത്, ഇതൊന്നും ലെവൽസ് അല്ല, വാലിഡ് ആയിട്ടുള്ള ലെവൽസ് അല്ല. ഈ ഒരു ഏരിയ ക്ലോൺ ചെയ്തിട്ട് പ്രീവിയസ്ലി ഹൈ വെക്കുക, ലോ വെക്കുക. ഈ ലെവലിലേക്ക് നമുക്ക് നോക്കാം. ഈ ലെവലിന് റിജക്ഷൻ എന്തായാലും കാണാൻ പറ്റും. ഒരു ചാനൽ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്തായാലും റിജക്ഷൻ കാണണം, അല്ലെങ്കിൽ റിജക്ഷൻ ഏരിയ, ഇവിടെ ഒരു റിജക്ഷൻ ഏരിയ ഉണ്ട്. ഇതാണ് ഫുൾ വോളിയം. ഫുൾ വോളിയം ഏതിൻ്റെ ഫുൾ വോളിയം? ഈ ഫുൾ വോളിയം, ഈടായിട്ടുള്ള വോളിയം ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ആവുന്നതാണ്. എക്സാക്ട്ലി പറഞ്ഞാൽ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ആണ്. ഈ ഫുൾ വോളിയമാണ്. അപ്പോൾ ഈ ഫുൾ വോളിയം ഫിൽഡ് ആയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് മൂവ് അപ്പ് സൈഡിലേക്ക് ചെറിയൊരു കറക്ഷനെങ്കിലും റിവേഴ്സിലെങ്കിലും തരണം മാർക്കറ്റ്. നമുക്ക് നോക്കാം. റിവേഴ്സിൽ വരുമ്പോൾ ക്രൈറ്റീരിയ മാറി, സിനാരിയോസ് മാറി. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടുന്നൊക്കെ നമ്മൾ ഫുൾ ടാർഗറ്റ് എടുക്കുന്ന ഏരിയാസാണ്. ഇവിടത്തേക്ക് നമുക്ക് ക്യാൻഡിൽ ഫ്യൂച്ചർ ട്രെൻഡ് കോൺസെപ്റ്റ് എവിടെയും വർക്ക് ആയില്ല. കാരണം ഇത് ക്ലോൺ ചെയ്തിട്ട് മാക്സിമം ടാർഗറ്റ് ഈ ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഓക്കെ, എക്സാക്ട്ലി സെയിം ലെവലിൽ മാർക്കറ്റിന് ഒരു കറക്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഫുൾ വോളിയം ഫില്ല് ചെയ്തെടുത്തുനിന്ന്. ഓക്കെ, വെയിറ്റ് ചെയ്യുക. ഇതൊന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്യട്ടെ. ഗ്രീനിൽ ക്ലോസ് ചെയ്യുമ്പോൾ പിന്നെ ക്രൈറ്റീരിയ സിനാരിയോസും കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. 22 സെക്കൻഡും കൂടെ ഉണ്ട്. ലൈവിൽ ട്രേഡ് കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെ വെച്ചാൽ ഇതൊക്കെ ലൈവിൽ 10-50 ആൾക്കാരെ മുന്നിൽ ട്രേഡ് കൊടുക്കണമെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കാണിച്ചാൽ ഭയങ്കര എളുപ്പമാണ്, നല്ല രസമാണ്. അതെ 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 കാര്യങ്ങൾ ഇച്ചിരി ക്ലിയർ ആവുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമുക്കുള്ളൊരു ബാരിയർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വരച്ചത് ശീലമാവാത്തതിന്റെ ഒരു ഇതാണ്, മനസ്സിലായില്ലേ? ബാക്കി ഐഡിയയും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ക്ലിക്ക് ആവുന്നുണ്ട്. പറയുന്നോട്ട് നമ്മൾ ആ പ്രാക്ടീസ് ചെയ്യാത്തോണ്ടാണ്. റെഡിയാവും അത് എന്തായാലും റെഡിയാവും. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റെഡിയാവും. തീർച്ചയായിട്ടും. നമ്മളെ ഫുൾ വോളിയം, ആയിട്ടുള്ള ഫുൾ വോളി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ലെവലിലുള്ള വോളിയം ഫുൾ വോളി ഇവിടെ കിട്ടി. ഇനി ഒരു ഗ്രീന് വരുമോ? ഇനി ഒരു റെഡ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഹൈലി ഉള്ള ഒരു ഫോളോ കാണാൻ പറ്റും മാർക്കറ്റിൽ. റെഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഫുൾ റിവേഴ്സൽ ഏരിയ, അതായത് ഫുൾ വോളിയം മാർക്കറ്റിൽ. ഇത് നമ്മൾ ഇവിടുന്ന് ഇത് ലൈവിൽ ഞാൻ ലൈവിൽ നിന്ന് പറഞ്ഞ ലെവലെന്ന് വെച്ചാൽ, ലൈവിൽ നേരത്തെ ഒരു സെൽ സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി എവിടുന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലെവൽ തന്നെയാണ്. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ലൈവ് ഇരുന്നായിരുന്നു നേരത്തെ, വർക്ക് കഴിഞ്ഞായിരുന്നു. അത് എടുക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാർക്ക്. പക്ഷെ അതായത് എടുത്ത ലെവൽസ് തൊട്ട് നമ്മൾ ഈ ഏറ്റവും ടോപ്പിലെ മാർക്കറ്റിനെ പിടിച്ചിട്ടുണ്ടായത്. അപ്പൊ ആ ലെവൽ മാർക്കറ്റ് ഫുള്ളി ഡൗണിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ട്രക്ചർ കണ്ടോ ബ്രോ? പറഞ്ഞോട്ട് താഴോട്ട് വന്ന് കൺസോൾട്ടേഷൻ ആയിട്ട് വീണ്ടും താഴോട്ട് വന്ന് 1 മിനിറ്റ് നോക്കുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലായി. ആ ഒരു കാണിച്ചിട്ടില്ലേ നോട്ട് പാഡിന്റെ സാധനം തന്നെ. അതെ, ശരിക്കും ഫ്യൂച്ചറിൽ ഇതാ ഇപ്പൊ പുതിയ ഫ്യൂച്ചറിൽ കോൺസെപ്റ്റ് വരക്കേണ്ട ലെവൽസ് ഇവിടെ മേക്ക് ആയിട്ടുണ്ട്. ഒരു പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് ഇവിടെ കണക്ട് ആക്കുന്ന ട്രെൻഡ് ലൈൻ ഇതാ ഫ്യൂച്ചറിൽ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റ് ഇവിടെ പോയിന്റ്. അതായത് ഏതൊക്കെ പോയിന്റ്സ്? ഈ പുതിയ പോയിന്റ്സ്, ഇതും പുതിയ പോയിന്റ്സ് ആണ്. അടുത്തതിന് എവിടെ വരെ കറക്റ്റ് എക്സാക്ട്ലി പോകുന്നു നമുക്ക് മനസ്സിലാവും. എന്താ ഈ ലെവലാണ് പുതിയ പോയിന്റ്സ്. ഇനി ബയേഴ്സ് കയറേണ്ട ലെവൽ ഈ ട്രെൻഡ് ലൈനാണ്. ഇപ്പൊ ഞാൻ വരച്ച ഈ ട്രെൻഡ് ലൈനാണ്. സോറി ബ്രോ, സോറി. ഞാൻ ഫസ്റ്റ് നമ്മൾ അവിടുത്തെ ബിഗ് ക്യാൻഡിൽ, ഫസ്റ്റ് ക്യാൻഡിൽ അവിടെ ഫസ്റ്റ് തൊട്ടിരിക്കുന്ന ഹൈ ആണത്. ഹൈന്ന് പിന്നെ നമ്മൾ ഇപ്പൊ ആ ക്യാൻഡിൽ ക്ലോസ് ആയപ്പോ ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് പുതിയ ഫ്യൂച്ചർ ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റുന്നത്, അല്ലേ? അതെ, അതായത് മാർക്കറ്റിൽ ഇങ്ങനത്തെ സ്ട്രക്ചർ വയ്ക്കണം. ഇങ്ങനെ ഒരു സ്ട്രക്ചർ വയ്ക്കണം. ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ചെയ്ത്. അതെ, എനിക്കൊരു കോൾ വരാം. എനിക്കൊരു ഒറ്റ മിനിറ്റ്. ഓക്കെ. സോറി കേട്ടോ, സോറി ബ്രോ, സോറി. കുഴപ്പമില്ല. പറഞ്ഞോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോ ഇങ്ങനെ ഒരു പാറ്റേൺസ് ഈ ലെവലിൽ മാർക്കറ്റ് മേക്ക് ചെയ്യണം. അവിടെ 2 പോയിന്റ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ ഫ്യൂച്ചറിൽ ട്രെൻഡ് കോൺസെപ്റ്റ് വരച്ച് ഈ ലെവലിൻ്റെ അപ്പ് സൈഡിലേക്ക് മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബയേഴ്സ് സ്ട്രെങ്ത് ആയി. അപ്പോൾ നമ്മൾ പൊസിഷൻ ബുക്കിംഗ്, ഞാൻ പറഞ്ഞ പൊസിഷൻ ബുക്കിംഗ് ഏരിയ ഇതാണ്. അങ്ങനത്തെ പൊസിഷൻ ബുക്കിംഗ് ഏരിയ അത് ബ്രേക്ക് ആയിട്ട് ക്യാൻഡിൽ ക്ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നോക്കാം. ഓക്കെ,
ക്യാൻഡിൽ ക്ലോസ് വന്നു അപ്പ് സൈഡിൽ. ഉം. ഓക്കെ, അതായത് ട്രെൻഡ് ലൈനിൻ്റെ പുറത്തേക്ക് പോയി. ഉം. അപ്പോൾ ഇവിടെ പുതിയൊരു ലെവൽ മേക്ക് ചെയ്ത്. എങ്ങനത്തെ ലെവൽ അറിയോ? ഇതാ പ്രീവിയസിലുണ്ടായ ഏറ്റവും ലോവും പ്രീവിയസിലുണ്ടായ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലും കൂടി. ഇതിനു മുമ്പ് ഇതുപോലത്തെ ഗ്രീൻ വന്നിട്ടില്ല. ഉം. അപ്പോൾ മാർക്കറ്റിൽ അടുത്ത ലെവൽ മേക്കായി. മാർക്കറ്റിൻ്റെ ട്രെൻഡ് ചേഞ്ച് ആയി, ആംഗിൾസ് മാറി. എങ്ങനെയുണ്ടായി? ഇങ്ങനെയുള്ള ആംഗിൾസ് ഇങ്ങനെയായി. ഉം. കാണിച്ചു തരാം. ഇതൊരു ലെവലായിട്ട് ആക്ട് ചെയ്ത്, അതായത് ട്രെൻഡ് ലൈനിൻ്റെ പുറത്തേക്ക് ക്ലോസും കൂടി തന്നിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ പുറത്തേക്ക് ക്ലോസും കൂടി തന്നിട്ടുണ്ടെങ്കിൽ ഒരു ബൈ സൈഡ് ആക്ട് ചെയ്ത് ഇത് ബൈ ഏരിയ ആയി. ഇനി ഇവിടുന്ന് ബൈയേഴ്സ് സ്ട്രെങ്ത്തിലേക്ക് മാർക്കറ്റ് കയറും. നോക്കാത് ഏത് ലെവൽ വരെ ബൈയേഴ്സിന് സ്ട്രെങ്ത് ഉണ്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഡൗൺ സൈഡ് ലെവൽ ഈ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. Yeah. അതേപോലെ തന്നെ ഈ ഒരു പ്രീവിയസിൽ നമ്മൾ ലൈൻസും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഉം. അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈനും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഡൗൺ സൈഡിലേക്ക് കൂടുതൽ സപ്പോർട്ട്സ് ആയി, അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്ക് കൂടുതൽ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് വളരെ കുറയും ഇങ്ങനത്തെ കൂടുതൽ സപ്പോർട്ട്സ് വരുമ്പോൾ. അപ്പോൾ ഫ്യൂച്ചർ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്. ഫ്യൂച്ചർ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റ് 100 സ്ഥലത്ത് ഞാൻ കാണിച്ചു തരാൻ പറ്റും. ഒരു ചാർട്ടിൽ അത്രപാട് സ്ഥലങ്ങളിൽ ഫ്യൂച്ചർ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റ് ഉണ്ടാവും. പക്ഷെ അത് യൂസ് ചെയ്യേണ്ട രീതിയാണ്, അത് ഭയങ്കര പ്രയോറിറ്റൈസ്ഡാണ് ഏത് രീതിക്ക് യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ Yes. ലൈവിലി അതുകൊണ്ട് ലൈവ് മാർക്കറ്റിൽ നിന്ന് ഈ സെഷൻ തന്നെ ഒരു ആകാശ് ബ്രോൻ്റെ ഡൗട്ടിൻ്റെ പുറത്ത് തുടങ്ങിയ സെഷൻ ചെയ്ത് ഉച്ചക്ക് അവർക്ക് 2.5 മണിക്കൂർ ക്ലാസ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് നമ്മളൊരു കാര്യം പഠിക്കുന്നുണ്ടല്ലോ, അപ്പൊ അത് എവിടെ യൂസ് ചെയ്യാൻ പഠിക്കണം, അത് പഠിച്ചേ പറ്റൂ. അപ്പോഴാണ് നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് വരുന്നത്. ഇന്ന് ആകാശ് പ്രോയ്ക്ക് ഡൗട്ട് ചോദിച്ച് തോന്നിയത് കാര്യമായി. നമുക്കത് ഹെൽപ്ഫുൾ ആണ്. നമുക്കിപ്പോ ഒരു ദിവസം നമുക്ക് ടോപ്പിക് ഫിനിഷ് ആയില്ലെങ്കിലും വി ഡോണ്ട് കെയർ, മനസ്സിലായോ? നമ്മൾ പഠിക്കുന്ന കാര്യം തറവായിട്ട് പഠിക്കുക എന്നുള്ളൊരു മൈൻഡ് അതെ, സെറ്റിലേക്ക്. ഇങ്ങനത്തെ ക്ലാസ് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത്, അതായത് ലൈവ് മാർക്കറ്റിൽ ലൈവ് ഇങ്ങനത്തെ ക്ലാസ് ഒന്നും ആരും കൊടുക്കില്ല ഒന്നാണ്, അതാണ് മാറ്റം. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം പുതിയ ലെവൽസ് നോക്കിയാൽ പുതിയ ലെവൽസിനും കറക്റ്റ് എക്സാക്ട് നമുക്ക് മാർക്കറ്റിന് ഈ ലെവലിൽ മാർക്കറ്റ് ബൈ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടുന്ന് അറിയാം, അല്ലെങ്കിൽ ഈ 2 ക്യാൻഡിൽ മുകളിലേക്ക് പോകുമ്പോൾ അറിയാം. അതേപോലെ തന്നെ ബൈ സൈഡിലേക്ക് പോയിട്ട് ഇവിടുന്ന് റിജക്ഷൻ കാണാനും പറ്റും. ബൈ സൈഡിലേക്ക് എത്ര വരെ പോകും? പ്രീവിയസിലുണ്ടായ ബൈ സൈഡിൻ്റെ വോളിയം എടുക്കുക, ഈ ലെവലിലേക്കുള്ള വോളിയം ഫില്ലപ്പ് ആക്കിയിട്ടുണ്ട്. ഇവിടെ റിവേഴ്സൽ ഏരിയ ആണ്. ഫ്യൂച്ചർ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി. റിവേഴ്സൽ ഏരിയ ഇപ്പോൾ ഉപയോഗിക്കേണ്ട. റിവേഴ്സൽ ഏരിയ അത് ഞാൻ വരച്ചെന്നേ ഉള്ളൂ, എവിടം വരെ പോയിന്ന്. പക്ഷേ എക്സാക്ട്ലി നമ്മൾ ഫ്യൂച്ചർ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റ് തന്നെ എല്ലാ കാര്യങ്ങളും ഇത് തന്നെ ഉണ്ട്. അതായത് ഏറ്റവും അഡ്വാൻസ് ചെയ്ത് ഫ്യൂച്ചർ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റ്. ബാക്കി നീഡഡ് ബോൾ ഒന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഈ ട്രെൻഡ് ലൈനാണ് മെയിനുള്ള ഇത്. അതായത് നീഡഡ് ബോൾ അത് നമുക്ക് കറക്റ്റ് തിരിയും. കാരണം എന്തുകൊണ്ടാ, മാർക്കറ്റിൽ സ്ട്രക്ചർ ചേഞ്ച് ആകുമ്പോൾ, അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ അങ്ങനെ ചേഞ്ച് ചെയ്ത് ഈ ലെവലിന് സ്ട്രക്ചർ ചേഞ്ച് ആയി ഡൗൺ സൈഡിലേക്ക് ഈ സെയിം സെല്ലിങ് ഈ ഡൗൺ സൈഡിലേക്ക് വന്ന്, അപ്പോൾ ഈ സെയിം ബൈയിങ്ങും മാർക്കറ്റിൽ ഇവിടത്തേക്ക് കാണാൻ പറ്റും. അതായത് ഒരു ട്രെൻഡ് ലൈൻ്റെ തന്നെ ഒരു 3D ആക്കിയിട്ട് വരച്ചതിന്. ഇപ്പോൾ മാർക്കറ്റിൽ ആ ഒരു സിനാരി ഞാൻ വരച്ചിടാം. ഒരു ഡൗൺ സൈഡിലേക്ക് ഇങ്ങനെ പോകുന്ന ട്രെൻഡ് ലൈനിൽ ഇതിനടുത്ത് ഇതേപോലെ വരക്കുക. ഈ അപ്പ് സൈഡ്, ഡൗൺ സൈഡ്, ഈ അപ്പ് സൈഡ്. ഓക്കെ, എക്സാക്ട് ആ ഒരു പോർഷൻ വരച്ചുള്ളത്. ഈ ബൈയിങ്ങും സെയിം ആയിരിക്കും. ഈ ഹാഫ് പോർഷൻ വന്ന ഈ സെല്ലിങ്ങും സെയിം ആയിരിക്കും. നമുക്ക് നോക്കിക്കോ, ഈ സെല്ലിങ്ങും സെയിം ആണ്, അപ്പ് സൈഡിലെ സെല്ലിങ്ങും സെയിം ആണ്. തന്നെ ഈ ബൈയിങ്ങും സെയിം ആണ്. അപ്പോൾ ഈ ബൈയിങ്ങിൻ്റെ സെയിം വോളിയം കിട്ടിയിട്ട് മാർക്കറ്റ് റിവേഴ്സിൽ കാണിക്കേണ്ട ആക്ട് ചെയ്യുന്നുണ്ട്. സെയിം വോളിയം ഇതാ ഈ ലെവലിൽ. അപ്പോൾ നമ്മൾ അവിടെ ഫ്യൂച്ചർ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റ് ഇവിടെ ഉണ്ട്. മാർക്കറ്റിൽ ഇങ്ങനത്തെ ഫോർമേഷൻ കൂടുതലും കാണാൻ പറ്റും. ഇത് കുറേ സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. ഇത് ഭയങ്കര ഹൈലി പോസിബിലിറ്റി ഉള്ള ട്രേഡാണ്. അങ്ങനത്തെ ട്രേഡിൽ ആംഗിൾസ് അവിടെയാണ് ആംഗിൾസിൻ്റെ പ്രയോറിറ്റി. ഇതാണ് ആംഗിൾസ് ഡൗൺ സൈഡിലേക്കാണ്. അപ്പോൾ ട്രെൻഡും ഡൗൺ സൈഡിലേക്കായിരിക്കും. ഇനി ഇവിടെ ഉള്ളത് ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ ഫ്യൂച്ചർ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റ് ഈ രീതിക്ക് യൂസ് ചെയ്യും. ഫ്യൂച്ചർ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റ് ഇതാ അടുത്ത ലെവൽസ് മേക്ക് ചെയ്ത് ഈ 2 പോയിന്റ്സ്, ഏതൊക്കെ 2 പോയിന്റ്സ്, ഈ 2 പോയിന്റ്സും ഈ 2 പോയിന്റ്സും ഈ പോയിന്റ്സ് ക്ലോൺ ചെയ്ത് നമ്മൾ ബോഡിയിലാണെങ്കിൽ ബോഡിയിൽ, ക്യാൻഡിലാണെങ്കിൽ ക്യാൻഡിൽ, ഏത് കാര്യം കുഴപ്പമില്ല ഡൗൺ സൈഡിലേക്ക് വെക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ബൈയിങ് കയറാനുള്ള ലെവൽസ് വെച്ചാൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ലെവലാണ്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിലേ ബൈയേഴ്സ് ഉള്ളൂ, അല്ലെങ്കിലോ നമുക്ക് നീഡായിട്ടുള്ള വോളിയം ഡൗൺ സൈഡിലേക്ക് ഈ ലെവലിലേക്ക് കിട്ടിയേ പറ്റും. കിട്ടണം. അത് കിട്ടിയിട്ടില്ലെങ്കിലോ അത് കൺവേർട്ടായിട്ട് ബൈ സൈഡിലേക്ക് കൺവേർട്ട് ആവും. ഏതൊക്കെ ബൈ സൈഡ്, എത്ര ബൈ സൈഡിലേക്ക്, അതായത് ഈ സെയിം വോളിയം ബൈ സൈഡിലേക്ക് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അപ്പുറം ഈ എക്സ്ട്രാ വോളിയം ആഡ് ആക്കാൻ പറ്റും.
ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ലെവലിൽ വോളിയം അപ്പ് സൈഡിലേക്ക് കാണാൻ പറ്റും. ഈ ബൈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് അപ്പ് സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ. പക്ഷേ പോകാനുള്ള ചാൻസ് കുറവാണ്. കാരണം സെല്ലിങ്ങിൽ പ്രഷർ കൂടുതലാണ്. സെല്ലേഴ്സ് മാർക്കറ്റിൽ കൺട്രോൾ ആയിരിക്കുന്നത് സുപ്പീരിയറും സെല്ലേഴ്സാണ്. സുപ്പീരിയോറിറ്റി ബ്രേക്ക് ആണെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് എത്ര അപ്പ് സൈഡ് വേണമെങ്കിൽ ഞാൻ സെല്ല് നോക്കുക. അതിനുള്ള സിനാരിയോസ് അത്. കാരണം ഇവിടുന്നൊക്കെ സ്ട്രോങ് സെല്ലിങ് വന്ന രീതി ഇത്. ബൈയിങ് ഇല്ല, ബൈയിങ് വീക്കർ ആയിക്കൊണ്ട് നിൽക്കില്ല. ബൈയിങ്ങിൻ്റെ ഓരോ ലെവലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കില്ല. അപ്പോൾ സെല്ലേഴ്സിൻ്റെ കൺട്രോളാണ് മാർക്കറ്റുള്ളത്. നമ്മൾ അതൊന്നും നോക്കിയില്ല, വെറും ഫ്യൂച്ചർ ട്രെൻഡിങ് കോൺസെപ്റ്റ് മാത്രം നോക്കുമ്പോൾ തന്നെ ഇത്തരം പ്രയോറിറ്റീസും പോസിബിലിറ്റീസും മാർക്കറ്റിലുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാൻഡിൽ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതിനെക്കാട്ടും ഡബിളും ത്രിബിളും കൺഫർമേഷൻസ് വരും. അപ്പോൾ ഇതൊക്കെ രസീതൊന്നുമല്ല, അത് ലാസ്റ്റ് ഞാൻ കാണിച്ചുതരാം. ഇത് 4 hour ടൈം ഫ്രെയിമല്ല നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം ഇവിടുന്ന് സെല്ലിങ് വരുന്നവരാ, ഇവിടുന്ന് സെല്ലിങ് വരുന്നവരാ, ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം 4 hour ടൈം ഫ്രെയിമിൽ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഈ ഒരു ലെവൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരു ക്യാൻഡിൽ പിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ പിടിക്കാൻ പറ്റി തന്നെ ഒരു 10,000 പോയിൻറ്റ്സ് ആയിരിക്കും അത്, അല്ലെങ്കിൽ 30,000 പോയിൻറ്റ്സ് ആയിരിക്കും 4 hourൽ. അതായത് 500 വിപ്പ് 600 വിപ്പൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ 2000 വിപ്പ് 3000 വിപ്പൊക്കെ ഉണ്ടാവും 4 hourൽ. 4 hour ഭയങ്കര പ്രൈവറ്റൈസ്ഡ് ആണ്. അതേപോലെ തന്നെ സെല്ലേഴ്സ് ബയ്യേഴ്സ് ഉള്ള മെയിൻ ഏരിയ ഈ ലെവലിലാണ് സെല്ലേഴ്സ് ലാസ്റ്റ് എൻ്റർ ആയത്. അതേ ലെവലിലാണ് ഈ ലെവൽ സെല്ലേഴ്സ് ലാസ്റ്റ് ഉണ്ടാകുന്നത്. ആ വോളിയം ശരിക്കും ഫിൽഡായ വോളിയം ഇവിടുന്ന് ശരിക്കും കാണാൻ പറ്റും. ഈ ലെവലിലാണ് ശരിക്കും ബയ്യേഴ്സ് ഉള്ളത്, അല്ലെങ്കിൽ ഈ ലെവലിൽ ബയ്യേഴ്സിന് നമുക്ക് വോളിയം കാണാൻ പറ്റും. പക്ഷേ ഇവിടെ വേറൊരു സിനാരിയോ മേക്ക് ചെയ്ത്, എന്ത് സിനാരിയോ, ഇത് എത്ര വരെ പോകുന്നു ഞാൻ ഫ്യൂച്ചറിലിട്ടുള്ള ലൈൻ മാത്രം വെച്ച് ഞാൻ പറഞ്ഞാൽ, ഈ ഒരു 2 ക്യാൻഡിൽ കണക്ട് ചെയ്യുക, ഇത് ക്ലോൺ ചെയ്യുക, അപ്പ് സൈഡിലേക്ക് വെക്കുക, ഈ ലെവൽ നോക്കുക. ഇത് ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ ബയ്യേഴ്സിന് സ്ട്രെങ്ത് വരുന്നുണ്ട്. ഇത് ബ്രേക്ക് ആവുമെന്ന് നോക്കാം നമുക്ക്. മാർക്കറ്റിൽ എപ്പോഴും ലെവൽസ് ആണ്. ഫ്യൂച്ചറിൽ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റ് കാണിക്കാത്ത ലെവൽസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റ് റെസ്പെക്ട് ചെയ്യാത്ത ലെവൽസ് ഇല്ല. ഫ്യൂച്ചറിൽ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റ് കറക്റ്റ്ലി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഓരോ ക്യാൻഡിൽ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഓരോ ക്യാൻഡിൽ ബയ്യേഴ്സ് ലാസ്റ്റിലുള്ള ക്യാൻഡിൽ ഇതാണ്, ബയ്യേഴ്സ് ലാസ്റ്റിലുള്ള ക്യാൻഡിൽ ഇതാണ്, ഹൈലി ബൈയിങ് വന്ന ഏരിയാസ് ഇതാണ്, ഇതാണ്, ഇതാണ്. അപ്പോൾ ഇവിടെ ബയ്യേഴ്സ് ഉണ്ട്. ബയ്യേഴ്സിൻ്റെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബയ്യേഴ്സിൻ്റെ റെസ്പെക്റ്റ് ആയിട്ടുള്ള ഏരിയാസ് കാണാൻ പറ്റും. ക്ലോസിങ് ഏരിയ നോക്കാം ക്യാൻഡിൽ. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ലെവൽസ് ഒന്നും ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ ലെവൽസൊക്കെ വരക്കുന്നത്. ശരിക്കും ഈ ലെവൽസ് ഒന്നും വരക്കേണ്ട ആവശ്യമില്ല. എനിക്കിത് നോക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് തിരിയും അടുത്ത ക്യാൻഡിൽ എവിടെ പോകേണ്ടതെന്ന്, അല്ലെങ്കിൽ അടുത്ത ക്യാൻഡിൽ എവിടത്തേക്ക് വരുന്നൊക്കെ എനിക്ക് ക്യാൻഡിൽസ് നോക്കുമ്പോൾ തരും. പക്ഷേ നിങ്ങൾക്ക് ബിഗിനിങ്ങിൽ ഇത് വരച്ച് നോക്കാൻ തന്നെ വേണ്ടി വരും, അല്ലെങ്കിൽ ബിഗിനിങ് ക്ലാസ്സിൽ, അല്ലെങ്കിൽ ബിഗിനിങ് ഇത് പഠിക്കുന്നവരെ നിങ്ങൾക്ക് തന്നെ വരച്ച് നോക്കേണ്ടി വരും. അല്ലാണ്ട് ഇത് വരക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കറക്റ്റ്ലി മനസ്സിലാവും. മേജറായിട്ടുള്ള ലെവൽസ് മാത്രം വരക്കും. മേജറായിട്ട് ബൈ വന്ന ലെവൽ ഇതാണ്, ഇതാണ്, ഇതാണ്. ഈ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ മാർക്കറ്റ് ഇത്ര ഡൗണിലേക്ക് പോയി. ഇത്രയും നിങ്ങൾ നോക്കും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഓരോ ക്യാൻഡിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അടുത്ത സിനാരിയോ മേക്ക് ആയിട്ട് മാർക്കറ്റിൽ ഒരു ബൈയിങ്ങിലേക്ക്, അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ നോക്കണമെങ്കിൽ ഒരു ബയ്യേഴ്സിൻ്റെ സ്ട്രെങ്ത് മാർക്കറ്റിലേക്ക് ഒരു പക്ഷേ സസ്റ്റെയിൻ ചെയ്യാൻ നോക്കുക. കാരണം സെല്ലേഴ്സിൻ്റെ കൺട്രോളാണ് മാർക്കറ്റുള്ളത്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, സെല്ലേഴ്സിൻ്റെ കൺട്രോളുള്ള മാർക്കറ്റിൽ ഓരോ റെഡ് ക്യാൻഡിൽ കാണുമ്പോഴും അടുത്ത ട്രെൻഡ് ലൈൻ ഫോം ആയി. എവിടുന്ന് പ്രീവിയസ് ആയിട്ടുള്ള ഒന്ന് ഒരു റെഡ് ക്യാൻഡിൽ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഫോം ആവും. റെഡ് ക്യാൻഡിൽ കാണാൻ പറ്റിയെങ്കിൽ ആ ഒരു ലെവൽസ് ഇല്ല. ഇനി ഇവിടെ റെഡ് ക്യാൻഡിൽ കാണാൻ പറ്റി വെക്കുക. അപ്പോൾ അതേപോലെ തന്നെ ബയ്യേഴ്സ് ലെവൽസും മാർക്ക് ചെയ്യാൻ പറ്റും. അതായത് പോയിന്റ്സ് ഇങ്ങനെ കണക്ട് ആയിക്കൊണ്ടേക്കും. ഫ്യൂച്ചറിൽ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സിംഗിൾ ടൈം യൂസ് ആണ്. സിംഗിൾ ടൈമിൽ വർക്ക് ആവുന്നത്, സിംഗിൾ ടൈമിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിനാണ് ഫ്യൂച്ചറിൽ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് ഇവിടെ റീടെസ്റ്റ് ചെയ്ത് ഈ ബയ്യേഴ്സിൻ്റെ സ്ട്രെങ്ത് സസ്റ്റൈനബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം കുറച്ച് ബൈ സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ബയ്യേഴ്സ് സ്ട്രെങ്ത് കൂടുതൽ കാണുന്നുണ്ട്. ഏത് ലെവൽ വരെ ക്ലോസിങ് ഇതിൻ്റെ മുകളിൽ കിട്ടുന്നത് വരാം. ക്ലോസിങ്ങിൻ്റെ താഴെയാണെങ്കിൽ സെല്ലേഴ്സിന് സ്ട്രെങ്ത്, അതായത് സുപ്പീരിയർ സെല്ലേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ താഴേക്ക് വേണമെങ്കിൽ നല്ല സെല്ലിങ് വരുന്നത് കാണാൻ പറ്റും. ഈ ലെവൽസിന് താഴേക്ക് സപ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ബയ്യേഴ്സ് പരമാവധി ഇതിൻ്റെ മുകളിലേക്ക് പിടിച്ചേക്കാൻ നോക്കും, നല്ല ബൈയിങ് വരാൻ നോക്കും, അല്ലെങ്കിൽ വലിയൊരു ബൈയിങ് ആൻഡിൽ വരാനുള്ള ചാൻസ് മാർക്കറ്റ് കാണിക്കും. ഇപ്പോൾ ബൈയിങ് ആൻഡിലുള്ള ചാൻസ് ഉണ്ട്. അതാ വന്നിട്ട് ഓക്കെ. അപ്പം മാർക്കറ്റ് ഈ ലെവലിൽ എന്താക്കും, മാർക്കറ്റിൽ ഒരു ക്യാരക്ടർ കാണിച്ചുകൊണ്ട് വെക്കും. ഇനി സെല്ലിങ്ങും വരാനുള്ള ചാൻസ് ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ ഈ ലെവലിലേക്ക് മാർക്കറ്റ് ഇങ്ങനെ കാണിച്ചുകൊണ്ടേ നിൽക്കും. കാരണം ഇവിടുന്ന് സെല്ലേഴ്സ് കൺട്രോളിലേക്ക് കയറി ആ ബൈയിങ്ങിലേക്ക് കുറേ ആൾക്കാർ ഇൻവൈറ്റ് ചെയ്ത്, എന്നിട്ട് പിന്നെ സെല്ലിങ് കാണിച്ച് മാർക്കറ്റ് ഓരോ ക്യാൻഡിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുമ്പോൾ അടുത്ത ലെവൽസ് മാർക്കറ്റിൽ മൈക്കായി. ഒന്ന് ഈ ലെവലാണ് സുപ്പീരിയർ ആയിട്ടാണ് നോക്കുകയാണ്. ഇവിടെ ഹൈലി വോൾട്ടേജാണ് മാർക്കറ്റ്. എന്നാലും നമുക്ക് ലെവൽസ് എടുക്കാം. ഡൗൺ സൈഡ് ലെവൽ സിമ്പിളായിട്ട് ഈ ലെവൽ ഡൗൺ സൈഡിലൊക്കെ വന്നപ്പോൾ ഈ ലെവൽ ഫില്ലപ്പ് ആക്കിയിട്ട് പോയി. പക്ഷേ നമ്മൾ സുപ്പീരിയോറിറ്റി സെല്ലേഴ്സിനാണ്
അപ്പോൾ സെല്ലേഴ്സിൻ്റെ സൈഡ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ സുപ്പീരിയോറിറ്റി നോക്കില്ല, വെറും ഫ്യൂച്ചറിൽ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റ് മാത്രം നോക്കുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഹയർ ടൈം ഫ്രെയിമിൽ ചാർട്ടാണ്, അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ കാണേണ്ട ഓരോ 4 ഹവറിലെ ക്യാൻഡിൽസ് ആണ് ഫോർമേഷൻ മേക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ മായിച്ചാലേനി നമ്മൾ ഏകദേശം മാർക്കറ്റിൻ്റെ റണ്ണിങ്ങും ഏകദേശം മാർക്കറ്റ് എവിടത്തേക്ക് പോകും, അല്ലെങ്കിൽ ഏതൊക്കെ രീതിക്ക് ഈ ഫ്യൂച്ചറിൽ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റ് അല്ലെങ്കിൽ FTC ഉപയോഗിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബ്യൂട്ടി നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ്, അതായത് എങ്ങനെയാണ് നമ്മൾ ശരിക്കുള്ള ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ ലെവലിലാണ്. ഈ ലെവലിൽ ട്രേഡ് കിട്ടണം. ഈ ലെവലിൽ റാലി കിട്ടാത്ത ആൾക്കാരുണ്ടാവും. അതായത് ഞാൻ പറഞ്ഞ മാർക്കറ്റിൻ്റെ എൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ ഉണ്ടാവും. ഡൗൺ സൈഡിലേക്ക് വന്ന് ഡൗൺ സൈഡിലേക്ക് വന്ന് ഡൗൺ സൈഡിലേക്ക് വന്ന് ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഈ ലെവലിൽ ട്രേഡ് കിട്ടാത്ത ആൾക്കാർക്ക് ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സപ്പോർട്ട് വരക്കുക, സപ്പോർട്ട് ഏരിയ വരക്കുക. ഈ ലെവലിൽ ഫസ്റ്റ് എൻട്രി ഫേക്ക് ഔട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഫേക്ക് ഔട്ട്, ഇത് ബ്രേക്ക് ഔട്ട് വരാനുള്ള ചാൻസ് കാണിച്ച് മാർക്കറ്റ് ഡൗൺസിലേക്കാണ്. ഫസ്റ്റ് എൻട്രി നമ്മൾ ഫിബനാച്ചി ലെവൽ 50% ലെവലിൽ എൻട്രീസ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സാക്ട്ലി ഇതിൻ്റെ ലെവലിലേക്ക് നോക്കുമ്പോൾ ഫിബനാച്ചി ലെവൽ 50%. ഇത് 4 ഹവറാണ് ചിന്തിക്കണം കേട്ടോ. ഇത് 4 ഹവർ ഏരിയ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഇൻ്റർചേഞ്ച് യൂസ് ചെയ്യുക. എങ്ങനെ ഇൻ്റർചേഞ്ച് എങ്ങനെ യൂസ് ചെയ്യുക? പ്രീവിയസ് ഉള്ള ക്യാൻഡിലിൻ്റെ ഇത് 4 ഹവർ ചിന്തിക്കുക. നമ്മൾ വരുന്ന മാർക്കറ്റിൽ സ്റ്റാർട്ടായത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഏത് ലെവലിൽ ഓർമ്മയിൽ ഇത് ഇവിടെയൊക്കെയാണ് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് ഞാൻ പറഞ്ഞിട്ട് ഓരോ ക്യാൻഡിൽസ് ഓരോ ആൽഫബറ്റാണ്. ഓരോ ആൽഫബറ്റ് കൂടി ഓരോ സെൻറ്റൻസ് ഉണ്ടാക്കി തന്നു. ഓരോ സെൻറ്റൻസ് കൂടി നമുക്ക് ഓരോ സ്റ്റോറി ഉണ്ടാക്കി തന്നു. അങ്ങനെ സെൻറ്റൻസ് കൂടി നമുക്ക് മാർക്കറ്റിൽ സ്ട്രക്ചർ ഉണ്ടാക്കി തന്നു. അങ്ങനത്തെ സ്ട്രക്ചർ നോക്കി നിങ്ങൾ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ സോണാണ്. കൺസോൾട്ടേഷൻ കഴിഞ്ഞ് മാർക്കറ്റിൽ ഒരു ബ്രേക്ക് ഡൗൺ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 2 പോയിൻറ്റും കൂടി കണക്റ്റ് ആക്കുന്നു, ഇത് ക്ലോൺ ചെയ്യുന്നു. എക്സാക്ട്ലി വെച്ച് നോക്കുമ്പോൾ എക്സാക്ട്ലി മാർക്കറ്റ് റിവേഴ്സലായത് ആ ഒരു ഏരിയയിൽ നിന്നായിരിക്കും. മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ കൺസോൾട്ടേഷൻ കഴിഞ്ഞ് അപ്പ് സൈഡിലേക്ക് വന്ന മാർക്കറ്റ് ആയിരിക്കും. നോക്കോ, അപ്പ് സൈഡിലേക്ക് വന്ന മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ലെവലിലേക്ക് മാർക്കറ്റ് എൻ്ററായി ഡൗൺ സൈഡിലേക്ക് പോയി ഈ ട്രെൻഡ് ലൈനിലേക്ക് എത്തിയിട്ടുണ്ട്. സിമ്പിൾ, ഇത് ഹയർ ടൈം ഫ്രെയിമാണ്. നമ്മൾ ഓരോ ഇതിൻ്റെ ഉള്ളിൽ ഓരോ ക്യാൻഡിൽസാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തത്. ഓരോ ക്യാൻഡിൽസ് ഓക്കെ, ഓരോ ക്യാൻഡിൽസ് ഫോർമേഷൻ, ഓരോ ക്യാൻഡിൽ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്തത്. അപ്പോൾ നമ്മൾ ശരിക്കും 4 ഹവറിലെ റാലി ഏതാണ്? ഇതാണ് റാലി. അതായത് ഈ ഒരു ഫുൾ സ്ട്രക്ചറാണ് നമ്മൾ പറയുന്നത്. ഇതേ സ്ട്രക്ചറേ മാർക്കറ്റുള്ളൂ. അത് ഹയർ ടൈം ഫ്രെയിം ആയിക്കോട്ടെ ലോവർ ടൈം ഫ്രെയിം ആയിക്കോട്ടെ, ഇങ്ങനത്തെ സ്ട്രക്ചറിലെ മാർക്കറ്റ് പോയതാ. സെയിം സ്ട്രക്ചർ ഇതാ. ഇത് മിസ്സായിട്ടുള്ള ആൾക്കാർക്ക് എവിടെ നിന്ന് എടുക്കുക? 50% ഫിനാൻഷ്യൽ ലെവലിൽ, ഓൾമോസ്റ്റ് ഈ ലെവലിൽ എന്ത് എൻട്രി? ബ്രേക്ക് ഔട്ട് എൻട്രി, അല്ലെങ്കിൽ എന്ത് എൻട്രി? ഇൻ്റർചേഞ്ച് എൻട്രി. ഇൻ്റർചേഞ്ച് എവിടെയാണ്? ഇതാണ് ഇൻ്റർചേഞ്ച്, ഈ ഒരു ഏരിയ. അതിൻ്റെ മുകളിൽ പ്രീവിയസ്ലി മാർക്കറ്റിനെ പുഷ് ചെയ്ത് കൊണ്ടുപോയ ക്യാൻഡിൽസിൻ്റെ ഹൈയിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ക്യാൻഡിൽ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നോക്കാം. അപ്പം ശരിക്കും നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ വരുന്ന മാർക്കറ്റിൽ ഇത്രയും സ്ട്രക്ചേഴ്സ് ഉള്ളൂ. ഇതാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സ്ട്രക്ചറിൽ കിട്ടാത്ത ആൾക്കാർക്ക് ഇതാ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ട്രക്ചറിൽ കിട്ടാത്ത ആൾക്കാർക്ക് മാർക്കറ്റിൽ ഹാഫ് പൊസിഷനിൽ മാർക്കറ്റ് എടുക്കാറുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളാണെങ്കിൽ ആ ഒരു സ്ട്രക്ചർ ഇപ്പൊ നമ്മുടെ ഫിബ് ലെവല് ബ്രേക്ക് ചെയ്യുന്നത് ഇപ്പൊ ഫേക്ക് ബ്രേക്ക് ഔട്ട് അല്ലേ കൊടുക്കുന്നത്, എന്നിട്ട് തിരിച്ച് താഴോട്ട് വരാനുള്ള സംഭവം. അതെ, നമുക്ക് ഈ ലെവലിൽ നിന്ന്, അതായത് ഫസ്റ്റ് ഉണ്ട്, അതായത് ഫേക്ക് ഔട്ട് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ഫേക്ക് ഔട്ടിൽ എന്താ ക്രൈറ്റീരിയ പറഞ്ഞിട്ടുള്ളത്? ഒരു പിൻ ബാർ ക്യാൻഡിൽ, ഇൻവേർട്ടർ ഹാമർ ക്യാൻഡിൽ. ഓക്കെ, ആ ക്യാൻഡിൽ അവിടെ ഫോം ആകാൻ നോക്കണം. അപ്പോൾ ശരിക്കും അതായത് ഈ ഒരു ഏരിയ നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഈ ഒരു ഏരിയ ഫുൾ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞ ഫുൾ സ്ട്രക്ചർ ഇതാണ്. മാർക്കറ്റിൽ ഇങ്ങനത്തെ ഒരു ഫോർമേഷൻ. അവിടുന്ന് മിസ്സായിട്ടുള്ള ആൾക്കാർക്ക് ഇതാ ഇവിടുന്ന് എൻട്രി കിട്ടി. ഫസ്റ്റ് എൻട്രി ഇതാ ഡൗൺ സൈഡിലേക്ക് പോയി. ഇനി ഇവിടുന്ന് എൻട്രി കിട്ടും. നോക്കിയേ, ഒരു ക്യാൻഡിൽ, അത് മനസ്സിലായോ? ഒരു ശരിക്കും പറഞ്ഞാൽ ഇതാണ് മാർക്കറ്റ്. ഇത്രയും മാർക്കറ്റ് ഉള്ളൂ, അല്ലെങ്കിൽ മാർക്കറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ മാർക്കറ്റിൽ സിമ്പിളാണ്. ഇതിനെക്കാട്ടും വലിയ എക്സാമ്പിൾ ഉണ്ടെന്ന് തോന്നില്ല. അപ്പോൾ നമുക്ക് നമ്മള് വലിയ സംഭവമാണ്. ഒരു 3 വർഷം ഞാൻ ബ്രോയ്ക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ ഓർമ്മ, ഞാൻ 2 വർഷം ഇത് പഠിക്കാൻ വേണ്ടി മാത്രം സമയം എടുക്കുന്നു. യെസ്, എന്റെ ഒരു ചിന്തയില് ഒരു 2-3 വർഷം പഠിച്ചെങ്കിൽ മാത്രമേ ഈ സാധനത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ തന്നെ കിട്ടുള്ളൂ. എന്നിട്ട് മാത്രം നമുക്ക് പൈസ കിട്ടി പ്രോഫിറ്റബിൾ ആവാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് വീണ്ടും വേറൊരു പെർസ്പെക്റ്റീവില്, ബ്രോയുടെ പെർസ്പെക്റ്റീവില് കാണുന്നുണ്ടേ അത്ര സമയമൊന്നും വേണ്ടി വരില്ല. ലൈക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1-1.5 വർഷം 2 വർഷമൊക്കെ സമയം ഇതേ സാധനം പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ ഇച്ചിരി കൂടെ സെറ്റ് ആവും. സെറ്റാവും, ഷുവറാണ്. ഉറപ്പാ. ഇപ്പം നോക്കിയാൽ നമ്മൾ ഇവിടത്തേക്ക് എത്തുമ്പോൾ എത്ര ആൾക്കാരെ ഫേക്ക് ഔട്ട് കയറിയിട്ടുണ്ടാവും. നമുക്ക് ഈ ഒറ്റൊരു ക്യാൻഡിൽ മതി ശരിക്കും പറഞ്ഞാൽ 4 ഹവറിലെ. മനസ്സിലായോ? ശരിക്കും ഈ ഒറ്റൊരു ക്യാൻഡിൽ ട്രെൻഡ് എന്ന് വെച്ചാൽ ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ട്രേഡ് ആയിരിക്കും. അല്ലെങ്കിൽ നല്ല, അതായത് ഈ ഹൈ സൈഡിൽ നിന്ന് എത്ര ടാർഗറ്റ്സ് വരും?
അതെ. അതായത് ഈ ക്യാനിൽ ആവശ്യമേ നമുക്കുള്ളൂ. ഈ ഒറ്റൊരു ക്യാനിൽ മതി. ഈ ഒറ്റൊരു ക്യാനിൽ. അതായത് 4 ഹവറിലാണ്. ഇത് നല്ല ഡൗൺ സൈഡിലേക്ക് വരും. കാരണം അത് അങ്ങനത്തെ ലെവലാണത്. അതെ. നോക്കിക്കോ. അതാ. യെസ്. ഓക്കെ. അതായത് ഇത്രയും മാർക്കറ്റ് കണ്ടീഷൻ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് മാർക്കറ്റിന്റെ സ്ട്രക്ചർ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇന്റർചേഞ്ച് ഏരിയ ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്റർചേഞ്ച് ഏരിയ വരുന്ന ഏരിയാസ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ചാനലിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു ഏരിയനെ ഇന്റർചേഞ്ച് എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ട്രേഡ് പ്ലാൻ ആക്കിയിട്ട് ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചറും ഫോർമേഷനും കാര്യങ്ങളും പഠിപ്പിച്ചു തരുന്നതാണ്. യെസ്. സിമ്പിളാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇതാണ്. ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇന്നത്തെ ഏറ്റവും അടിപൊളി ടോപ്പിക്. ഇത് ശരിക്കും ആകാശ് ബ്രോന്റെ ഡൗട്ടിൽ നമ്മൾ എടുത്ത ടോപ്പിക്കാണ് ശരിക്കും സത്യം പറഞ്ഞാൽ. അത് കിഡിലനായിട്ട് മനസ്സിലായി. അതായത് ഇങ്ങനെ പറഞ്ഞപ്പോ ഇച്ചിരി കൂടെ അടിപൊളിയായിട്ട് കാര്യം സെറ്റായി. ആ നമുക്ക് ഇച്ചിരി കൂടെ മനസ്സിലായി. നമ്മളത് ലൈവ് മാർക്കറ്റിൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് കാണുമല്ലേ. അപ്പൊ നമ്മള് അത് കുഞ്ഞുകളി കാര്യമല്ലെന്ന് ഓർക്കണം. ആ മനസ്സിലായി. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നവർക്ക് സംഭവം എത്ര ബിഗ് ഡീൽ ആണെന്ന് മനസ്സിലാവും. മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ റിപ്ലൈ ഇട്ട് കാണിക്കുകയോ അതും ഇതും ഒന്നും അല്ല, പ്രിപ്പയർ ചെയ്യുന്ന ഒന്നും അല്ലല്ലോ. നമ്മൾ ലൈവ് മാർക്കറ്റിൽ പ്രഡിക്റ്റ് ചെയ്ത് പോകുമ്പോ നമുക്ക് ഇറ്റ്സ് വാവ് ബ്രോ. അതെ, ഇത് അതിന്റെ ഫോളോ നോക്കല. അവിടുന്ന് ഫേക്ക് ഔട്ട് ആണ്, അത് ഇന്റർചേഞ്ച് ഏരിയ ആണ്. യെസ്. ഇനിയിപ്പോ സാധനം നമ്മൾ ഇപ്പൊ വരച്ചേക്കുന്ന താഴത്തെ സപ്പോർട്ട് ലെവൽ വരെ വരുമല്ലേ? വരും. ഇനി സപ്പോർട്ട് ലെവൽ എക്സ്പെക്ട് ചെയ്യണ്ട. ശരിക്കും നമുക്ക് ഇവിടുത്തെ ടാർഗറ്റ് ഈ ഒറ്റൊരു ക്യാൻഡിൽ കിട്ടിയാൽ മതി 4 ഹവറിൽ. ഇത് ഹയർ ടൈം ഫ്രെയിമിൽ യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നത്. അത് ഹാമർ അല്ലേ? ഇൻവെർട്ടർ. ഇത് ഇൻവേർട്ടർ ഹാമർ ആണ്. യെസ്. ശരിക്കും ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ മാർക്കറ്റ് ഇങ്ങനെയാണ്. ഇത്രയേ മാർക്കറ്റ് ശരിക്കും ഉള്ളൂ. അപ്പോൾ ആ മാർക്കറ്റാണ് നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി അടിപൊളി. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇതാണ്. ഇന്നത്തെ ടോപ്പിക് ഇതാണ്. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. വൈൻഡപ്പ് ചെയ്യാം. സംഭവം സെറ്റാണ്. എന്നാലും നമുക്ക്